ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സർ, ഞാനൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി എന്നെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ നിന്നും പോയി. ആ വ്യക്തി തിരിച്ചു വരുമോ ഇല്ലേന്ന് എനിക്കറിയത്തില്ല. തിരിച്ചു വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. തിരിച്ചു വരുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൈൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അവർ തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാനുള്ള 6 പ്രധാനപ്പെട്ട സൈൻസ് ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. അതെങ്ങനെയായിരുന്നു? ആ ബ്രേക്കപ്പ് പറയുന്ന സമയത്ത് നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. എന്താണെങ്കിലും അവർ വളരെയധികം അപ്സെറ്റ് ആയിരുന്നു. ഇനി അതല്ല, അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ബ്രേക്കപ്പ് ആവാൻ അവർക്ക് ഭയങ്കര പ്രയാസമുള്ള പോലെ തോന്നിയോ? നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഭയം അവർക്കുണ്ടായിരുന്നോ? നല്ല വിഷമത്തോടെ കൂടിയാണ് ബ്രേക്കപ്പ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോടുള്ള ആ ദേഷ്യം, അല്ലെങ്കിൽ എന്താണോ ബ്രേക്കപ്പിൻ്റെ റീസൺ, ആ ഒരു റീസണിൻ്റെ കാരണത്താലുള്ള ആ ഒരു ഹാങ് ഓവർ മാറി കുറച്ച് കഴിയുമ്പോൾ പതിയെ പതിയെ ഹീലായി തുടങ്ങുമ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അപ്സെറ്റ് ആവുക, അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. അതുവഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് ഈ ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടും നിങ്ങളെ അവർ വിളിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ നിങ്ങളെ റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഈ സാധാരണ ബ്രേക്കപ്പ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്കെങ്കിലും ആ ഗിഫ്റ്റുകളൊക്കെ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള, അവർക്ക് സമ്മാനമായി നൽകിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തിരിച്ച് നൽകിയിട്ടില്ല എങ്കിലും അവിടെ ചെറിയൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുന്നത്, ഇപ്പൊ ബ്രേക്കപ്പ് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഇനി കോണ്ടാക്റ്റ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ചില ആളുകളെങ്കിലും ബ്ലോക്ക് ചെയ്യാറുണ്ട്. ആ ബ്ലോക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അവർ ചിലപ്പോൾ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ്, ചിലപ്പോൾ ഒരു 3 days ആവാം, ചിലപ്പോൾ 1 week ആയിരിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം അവർ അൺബ്ലോക്ക് ചെയ്യുക. എന്തിനാണ് ഈ ബ്ലോക്ക് ചെയ്ത നമ്പർ നമ്മൾ കോൺഷ്യസ് ആയിട്ട് വന്നിട്ട് അൺബ്ലോക്ക് ചെയ്യണം, അല്ലേ? അങ്ങനെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യമോ വെറുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ട്, അത് ശരിയാവാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ എക്സ് തിരിച്ചു വരാം എന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഹോപ്പ് ലഭിക്കുന്ന ഒരു കാര്യമാണ് അൺബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്, ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആണെങ്കിൽ, ഇതിനു മുമ്പൊന്നും ബ്രേക്കപ്പ് പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് ആ ഒരു ഇൻസിഡൻറ്റ് അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക്, ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക്, എന്താണെങ്കിലും പെട്ടെന്ന് ബ്രേക്കപ്പ് പറഞ്ഞ് പോയതാണെങ്കിൽ അത് പാച്ചപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ എക്സ് തിരിച്ചു വരും. നേരെ മറിച്ച് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പല തവണകളിലായിട്ട് പല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ ബ്രേക്കപ്പ് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പിരിയും എന്ന് ഒരുപാട് തവണ നിങ്ങൾക്ക് വാണിംഗ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കണം. ഇനി അതല്ല, പെട്ടെന്നുണ്ടായ ഒരു ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ എക്സ് തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പ് ആ ഒരു സൈനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട 6ാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ജലസ് ആണ്. ഈ ജലസ് എന്ന് പറയുന്നത് നിങ്ങളോട് അസൂയ തോന്നുക ആ വ്യക്തിക്ക്, അഥവാ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല, എനിക്ക് തന്നെ വേണം, അവൻ എൻ്റെയാണ് അല്ലെങ്കിൽ അവൾ എൻ്റെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഓവർ പൊസസീവ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അസൂയ നിങ്ങളോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ അവർ ചില പ്ലേകൾ കളിക്കും. എന്തിന്? ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവരോട്
അസൂയ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചിലപ്പോൾ വേറെ സുഹൃത്തുക്കളുടെ കൂടെ നിന്നിട്ട് സെൽഫിയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ആയിട്ടും പോസ്റ്റായിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഈ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആള് ഇത് കാണുന്ന സമയത്ത് അവർക്ക് വിഷമം വരും. സ്വാഭാവികമായിട്ടും അവർ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അസൂയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്തെങ്കിലും പോസ്റ്റുകൾ ഇടുന്നുണ്ടോ വേറെ ആളുകളുടെ കൂടെ, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഏകദേശം ഒരു 6 സൈൻസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. ഈ 6 സൈൻസ് കാണുന്നുണ്ടെങ്കിൽ എക്സ് തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ആ ഒരു ബ്രേക്കപ്പ് എന്താണ്, ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് തുറന്നു പറയുക. അതിന് കറക്റ്റായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ടീമിൽ ആരാണോ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവർ തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചിട്ട് പറയാവുന്നതാണ്. അപ്പോയിൻമെൻ്റ് എടുക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ സംസാരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആ ഒരു എന്ത് ഇഷ്യൂ ആണെങ്കിലും അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇനി ഇൻ കേസ് പരിഹരിക്കാൻ പറ്റാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയും ഇത് വർക്കൗട്ട് ആവത്തില്ല, ഇത് സക്സസ് ആവത്തില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്ന റെയർ കേസുകളേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വിളിക്കാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും എന്നുള്ള ഉറപ്പ് നൽകുന്നു. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച്.